നിയോഗത്താലി. വല്ലാത്തൊരു പരവശത്തോടെയാണ് ശ്രീനന്ദ അഥർവിനെ നോക്കിയത്. അപ്പോഴേക്കും അവൾക്ക് ചുറ്റും പിടഞ്ഞിരുന്ന കൈകൾ അവൻ പിൻവലിച്ചിരുന്നു. "ഡു, താനൊന്നും കഴിച്ചില്ലല്ലോ, പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. അതുവരെ ഞാൻ കുഞ്ഞിന്റെ കൂടെ ഇരുന്നോളാം." പറയുന്നതിനൊപ്പം തന്നെ അഥർവ് കിടക്കയിലിരുന്ന് ആര്യൻകുട്ടന്റെ നെറുകയെ തലോടി. "പനി വിട്ടെന്നാ തോന്നുന്നേ," അവൻ പറഞ്ഞത് കേട്ട് ശ്രീനന്ദ തലകുലുക്കി. "മോനും ഒന്നും കഴിച്ചില്ലല്ലോ ഏട്ടാ, അവന് വിശക്കുന്നുണ്ടാവില്ലേ? ഇപ്പൊ മോൻ നല്ല ഉറക്കത്തിലല്ലേ? അഥവാ അവൻ എണീറ്റ് ബിസ്ക്കറ്റും പാലും ഒക്കെ കൊടുക്കാം. താനിപ്പൊ പോയി കഴിച്ചിട്ട് വാ, നേരെ ഒരുപാടായില്ലേ." "ഏട്ടന് കഴിക്കാനൊന്നും വേണ്ടേ?" അല്പം മടിയോടെ അവൾ ചോദിച്ചു. "താൻ പോയിട്ട് വാ, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം." തല കുലുക്കിക്കൊണ്ട് കൂടുതലൊന്നും പറയാതെ അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ഇന്ദിര അവളെയും കാത്ത് ഹോളിലിരിപ്പുണ്ടായിരുന്നു. "അമ്മേ, ആ മോളെ, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോ നിങ്ങൾ രണ്ടാളും ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ശല്യം ചെയ്യാൻ നിൽക്കാണ്ട് ഇറങ്ങിപ്പോന്നതാ. ആര്യൻകുട്ടന്റെ കൂടെ കിടന്ന് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ അമ്മേ. അച്ഛൻ എവിടെ? ഭക്ഷണം കഴിച്ചോ?" "അച്ഛൻ കഴിച്ചിട്ട് കിടന്നു. മോള് വാ, നമുക്ക് അത്താഴം കഴിക്കാം." "അയ്യോ, അമ്മ ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചില്ലേ?" ശ്രീനന്ദയ്ക്ക് ആകെ ഒരു വിഷമം തോന്നി. "നമുക്ക് ഒരുമിച്ച് കഴിക്കാം മോളെ, നീ വാ." രണ്ടാളും കൂടി അടുക്കളയിലേക്ക് നടന്നു. "അഥർവ് ഓഫീസ് റൂമിലാണോ മോളെ? ആര്യൻകുട്ടൻ തനിച്ചാണോ കിടക്കുന്നത്?" "അല്ലമ്മേ, ഏട്ടൻ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ ഉണർന്നത്. ഏട്ടൻ കുഞ്ഞിന്റെ കൂടെ ഇരിപ്പുണ്ട്." അങ്ങനെ ഇന്ദിരയും ശ്രീനന്ദയും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭവാനിയമ്മയും നേരത്തെ തന്നെ കിടന്നിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലേറ്റുകളൊക്കെ കഴുകി വെച്ച് അടുക്കള തുടച്ച് വൃത്തിയാക്കിയ ശേഷം ശ്രീനന്ദ മുറിയിലേക്ക് ഓടി. അഥർവ് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർത്താണ് അവളുടെ ധൃതി. അവൾ റൂമിലെത്തിയപ്പോൾ അഥർവ് ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. തന്റെ ഫോൺ അവന്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ മറുതലയ്ക്കൽ പാർവതിയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. "ആ പാർവതി, നന്ദ വരുന്നുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം." ശ്രീനന്ദയെ കണ്ടതും അഥർവ് പറഞ്ഞു. ശേഷം ഫോണ് അവൾക്ക് കൈമാറി. "ഹലോ പാറു. ആ ശ്രീ, നീ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നല്ലേ?" "അതേടാ, ഞാനിപ്പോ കഴിച്ചിട്ട് കയറി വന്നതേ ഉള്ളൂ. ഞാൻ 2 വട്ടം വിളിച്ചു, അപ്പൊ ചേട്ടനാ എടുത്ത് സംസാരിച്ചത്." മറുപടിയായി ശ്രീനന്ദ ഒന്ന് മൂളി. താൻ താഴെ പോയി കഴിച്ചിട്ട് വരാമെന്ന് അഥർവ് കൈകൊണ്ട് അവളോട് ആംഗ്യം കാണിച്ചു. ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ തലകുലുക്കി. ഡോറ് തുറന്നിറങ്ങി പോകുമ്പോൾ അവന്റെ ചുണ്ടിലും അതേ പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു. പാർവതി നാളെ ക്ലാസ്സിൽ വരും എന്ന് പറയുവാൻ വേണ്ടിയാണ് വിളിച്ചത്. കുറച്ചു സമയം കൂടി സംസാരിച്ച ശേഷം ശ്രീനന്ദ ഫോൺ കട്ട് ചെയ്തു. ആര്യൻകുട്ടന്റെ പനിയൊക്കെ മാറിയതുകൊണ്ട് അവൾക്ക് വലിയ സമാധാനമായി. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കിടന്നു. അഥർവ് താഴെ പോയി അത്താഴമൊക്കെ കഴിച്ച ശേഷം ഇത്തിരി നേരം ഹോളിലിരുന്നു. ആരെയോ ഫോൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. ആ സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ കിടന്നിരുന്നു. വീടിന്റെ മുൻവാതിലുകളൊക്കെ ലോക്കാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൻ മുകളിലേക്ക് കയറി വന്നത്. അഥർവ് മുറിയിലേക്ക് വന്നു എന്ന് മനസ്സിലായതും ശ്രീനന്ദ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. "ഡോ, തനിക്കിനി പഠിക്കാനുണ്ടോ? അതോ കിടക്കാൻ പോവാണോ?" "ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞതാ. നാളെ തനിക്ക് ഞാനൊരു ടെസ്റ്റ് പേപ്പർ ഇടുന്നുണ്ട് കേട്ടോ." അവൻ പെട്ടെന്ന് പറഞ്ഞതും ശ്രീനന്ദ ഇത്തിരി ശങ്കയോടെ ആ മുഖത്തേക്ക് നോക്കി. "എന്താ, താനെല്ലാം പഠിച്ചു കഴിഞ്ഞതല്ലേ? പഠിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെന്താ ടെസ്റ്റ് പേപ്പർ ഇടുന്നത്?" പറഞ്ഞപ്പോൾ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്. അവളുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ അവന് ചിരി വന്നു. "ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ." ശരി, അപ്പൊ റെഡിയായിരുന്നോണം. നാളെ വൈകിട്ട്." അവളുടെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് തട്ടിയ ശേഷം അഥർവ് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. അവൻ ഇറങ്ങി വന്ന ശേഷവും ശ്രീനന്ദ അതേ ഇരിപ്പ് കട്ടിലെ തുടരുകയായിരുന്നു. "തനിക്ക് ശൂശു വെക്കണ്ടേ?" അഥർവ് ചോദിച്ചതും ശ്രീനന്ദയ്ക്ക് നാണം വന്ന് മുഖം താഴ്ന്നു. "അയ്യേ, ഈ ഏട്ടനിത് എന്തൊക്കെയാ ചോദിക്കുന്നേ?" അവൾ ചുണ്ടുകൾക്കിടയിൽ വെച്ച് മെല്ലെ പെറുപെറുത്തു. "നന്ദ, തനിക്ക് ഷൂ വെക്കണ്ടേ?" വീണ്ടും അവൻ ചോദ്യം ആവർത്തിച്ചതും ശ്രീനന്ദ എണീറ്റ് വാഷ്റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. "ഇങ്ങനൊരു പെണ്ണ്, ഇവളെ ഞാൻ എങ്ങനെ മെരുക്കിയെടുത്തുകൊണ്ട് വരും? എന്റെ ഗുരുവായൂരപ്പാ." സ്വയം നെഞ്ചിലേക്ക് കൈവച്ച് അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു. ശ്രീനന്ദയ്ക്കാണെങ്കിൽ വാഷ്റൂമിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര നാണമായിരുന്നു. കുറച്ചു സമയം അവൾ അതിനകത്ത് തന്നെ ഒളിച്ചിരുന്നു. ഒടുവിൽ അഥർവ് വന്ന് വാതിലിൽ തട്ടിയപ്പോഴാണ് അവൾ പതിയെ അത് തുറന്നത്.
അവനെന്താ ഇറങ്ങി വരാത്തെ? എന്തുപറ്റി? അവനവളെ അടിമുടിയൊന്നു നോക്കി. ഒന്നുമില്ല, അവൾ ചുമൽ ചലിപ്പിച്ചു. ഒന്ന് കിടക്കുന്നെന്താ? ഇത്തിരി രൂക്ഷമായിട്ട് അവൻ പറഞ്ഞതും ശ്രീനന്ദ വേഗം തന്നെ ബെഡിലേക്ക് കയറി കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം അഥർവ് വന്ന് ശ്രീനന്ദയുടെ അരികിലായി കിടന്നു. അവൾക്കാണെങ്കിൽ കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആര്യൻകുട്ടനെ ചുറ്റിപ്പിടിച്ചാണ് അവൾ കിടക്കുന്നത്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോ അരികിൽ കിടക്കുന്നവന്റെ അനക്കമില്ലാതായതോടെ ശ്രീനന്ദ മെല്ലെ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. പെട്ടെന്ന് അഥർവ് കണ്ണു തുറന്നു. മുറിയിലെ മങ്ങിയ പ്രകാശത്തിൽ അവൻ നോക്കിയത് പെണ്ണിന്റെ പതറിയ മിഴികളിലേക്കായിരുന്നു. എന്താ നന്ദ, എന്തുപറ്റി? അവൻ ചോദിച്ചതും ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. വലം കൈകൊണ്ട് അവളെ ഒന്ന് തലോടിയ ശേഷം കിടന്നുറങ്ങാൻ അവൻ പറഞ്ഞു. ശ്രീനന്ദ വീണ്ടും പഴയതുപോലെ ആര്യൻകുട്ടനെ കെട്ടിപ്പിടിച്ചു കിടന്നു. പതിയെ മയക്കത്തിലേക്ക് ചേക്കേറിയപ്പോഴാണ് ആര്യൻകുട്ടൻ ചിണുങ്ങിക്കൊണ്ട് എണീറ്റത്. നന്ദ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് അവനെ നോക്കി. എന്താ മോനെ? അവൾ എണീറ്റിരുന്ന് കുഞ്ഞിന്റെ മുടിയിലും നെറ്റിയിലും ഒക്കെ തഴുകി. അവനിപ്പോ തീരെ പനിക്കുന്നുണ്ടായിരുന്നില്ല. സമാധാനത്തോടെ അവൾ കുഞ്ഞിന്റെ കവളിൽ ഉമ്മ കൊടുത്തു. ആന്റി, എനിക്ക് വിശക്കുന്നു. കുഞ്ഞുവയറിൽ തൊട്ട് കാണിച്ച് അവൻ പറഞ്ഞതും ശ്രീനന്ദ അവനെയും കൊണ്ട് എണീറ്റു. നോക്കിയപ്പോൾ അഥർവ് നല്ല ഉറക്കത്തിലാണ്. അവനെ വിളിക്കാൻ നിൽക്കാണ്ട് ശ്രീനന്ദ കുഞ്ഞിനെയും കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സമയം അപ്പോൾ വെളുപ്പിന് 2:30 മണി ആയിട്ടുണ്ട്. രണ്ടുപേരും കൂടി നേരെ അടുക്കളയിലേക്ക് പോയി. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് അവൾ കുഞ്ഞിന് തിളപ്പിച്ചു കൊടുത്തു. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും അവനത് വേണ്ടായിരുന്നു. ദോശയ്ക്കുള്ള മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നോ? കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവന് നെയ്റോസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നീട് ശ്രീനന്ദ നെയ്റോസ്റ്റ് ഉണ്ടാക്കി. ഒരെണ്ണത്തിന്റെ പകുതി മാത്രമേ അവൻ കഴിച്ചുള്ളൂ. എങ്കിലും ഇത്തിരിയെങ്കിലും വയറ്റിൽ ചെന്നല്ലോ എന്നോർത്ത് അവൾക്ക് സമാധാനമായി. അങ്ങനെ രണ്ടാളും കൂടി ഡൈനിങ് റൂമിലിരുന്ന സമയത്താണ് അഥർവ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നത്. ഉറക്കത്തിൽ എന്തോ ഞരക്കം പോലെ കേട്ടുകൊണ്ട് കണ്ണു തുറന്നപ്പോഴാണ് അരികിൽ ശ്രീനന്ദയും കുഞ്ഞുമില്ലെന്ന് അവൻ മനസ്സിലാക്കിയത്. ഞൊടിയിടയിൽ അഥർവ് ചാടി എണീറ്റു. എന്നിട്ട് വേഗം താഴേക്കിറങ്ങി വരികയായിരുന്നു. ഡൈനിങ് ടേബിളിൽ ആര്യൻകുട്ടനെ കയറ്റിയിരുത്തി അരികിലൊരു കസേരയിട്ട് അവന് ഭക്ഷണം കൊടുക്കുന്ന ശ്രീനന്ദയാണ് അഥർവ് കണ്ടത്. അവനോട് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് അവൾ ദോശ കഴിപ്പിക്കുകയാണ്. അഥർവ് അരികിലേക്ക് വന്നതും ശ്രീനന്ദ കസേരയിൽ നിന്നും ചാടി എണീറ്റു. മോന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവൾ അഥർവിനെ നോക്കി പറഞ്ഞു. തനിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഒറ്റയ്ക്കെന്തിനാ ഈ രാത്രി ഇറങ്ങി വന്നത്? ഏട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു, ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി. അതൊന്നും സാരമില്ല, ശല്യമൊന്നുമില്ല. ഇനി ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരരുത്. അഥർവ് പറഞ്ഞതും ശ്രീനന്ദ തലയാട്ടി സമ്മതിച്ചു. മോനെ, പനിയൊക്കെ മാറിയോടാ? അഥർവ് അവനെ തലോടി. കുറഞ്ഞു വെച്ചാ? അവൻ അച്ഛനോട് പറഞ്ഞു. ഏട്ടന് കട്ടൻ ചായ വേണോ? ശ്രീനന്ദ ചോദിച്ചതും അവൻ വേണ്ടെന്ന് കൈകൊണ്ട് കാണിച്ചു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം താഴത്തെ നിലയിലിരുന്നിട്ടാണ് മൂവരും കൂടി വീണ്ടും ബെഡ്റൂമിലേക്ക് വന്നത്. ആര്യൻകുട്ടൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റത് കൊണ്ട് അവന് പിന്നീട് കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. മൂവരുടെയും സ്ഥിതി ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തിരി നേരം ആര്യൻകുട്ടൻ അവന്റെ അച്ഛനുമായിട്ട് കഥകളൊക്കെ പറഞ്ഞു കിടന്നു. പിന്നെ എപ്പോഴോ ആണ് ഉറങ്ങിയത്. രാവിലെ 6 മണിയായപ്പോൾ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് അഥർവ് ഉണർന്നത്. ശ്രീനന്ദയും കുഞ്ഞും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കം. 1/2 മണിക്കൂർ കൂടി നന്ദ കിടന്നോട്ടെ എന്ന് കരുതി അവൻ പതിയെ എഴുന്നേറ്റു. അവൻ പതിവ് പോലെ വർക്കൗട്ട് ചെയ്യാനായി ജിമ്മിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ പനി എങ്ങനെയുണ്ടെന്ന് അറിയാനായി ഇന്ദിര മുറിയിലേക്ക് കയറി വന്നു. അപ്പോഴാണ് ശ്രീനന്ദ ഉറക്കം തെളിഞ്ഞത്. മോളെ, കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരിക്കും, ഇന്നലെ ഒന്നും കഴിച്ചതേ ഇല്ല. ഇന്ദിര പറഞ്ഞത് കേട്ടപ്പോൾ രാത്രി അവൻ നെയ്റോസ്റ്റ് കഴിച്ച വിവരമൊക്കെ ശ്രീനന്ദ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത്. തന്റെ കുഞ്ഞിനെ അവൾ എത്ര കരുതലോടെയാണ് നോക്കുന്നത് എന്നോർത്തപ്പോ ഇന്ദിരയ്ക്ക് സന്തോഷം കൊണ്ട് മിഴികൾ നിറഞ്ഞു. ഇന്നിനി സ്കൂളിൽ വിടണ്ട അല്ലേമേ? ശ്രീനന്ദ ചോദിച്ചു. അതേ മോളെ, മോന് ക്ഷീണം കുറഞ്ഞില്ലെങ്കിൽ പനി കൂടും. ഇന്നൊരു ദിവസത്തേക്ക് വിടണ്ട. നാളെയും മറ്റന്നാളും ക്ലാസ്സില്ലല്ലോ. തിങ്കളാഴ്ച ആവുമ്പോഴേക്കും ക്ഷീണമൊക്കെ മാറി മോൻ പൊയ്ക്കോളൂ. രണ്ടാളും കൂടി അടുക്കളയിലേക്ക് വന്നപ്പോൾ ഭവാനിയമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ശ്രീനന്ദ അവരോടൊപ്പം ചേർന്ന് വേഗത്തിൽ തന്നെ കുക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി. 7:30 കഴിഞ്ഞപ്പോഴേക്കും ചോറും കറികളും എല്ലാം തയ്യാറായി. അഥർവ് ജിമ്മിൽ നിന്ന് തിരിച്ചു വന്ന ശേഷമാണ് ആര്യൻകുട്ടൻ ഉണർന്നത്.
കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അഥർവ് നന്ദയുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഇടിയപ്പവും ചിക്കൻ കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ഇത്തിരി അവനെ കൊണ്ട് കഴിപ്പിച്ച ശേഷമാണ് ശ്രീനന്ദ കോളേജിലേക്ക് പോകാനായി റെഡിയാവാനായി കയറിപ്പോയത്. സാധാരണയായിട്ട് ആര്യൻകുട്ടന് ആരും ഭക്ഷണം വാരിക്കൊടുക്കുന്നതൊന്നും അഥർവിനത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ശ്രീനന്ദയോട് എതിർത്തു പറയുവാൻ അവന് മനസ്സ് വന്നതുമില്ല. അങ്ങനെ കുഞ്ഞിനെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച ശേഷം നന്ദ അഥർവിനോടൊപ്പം കോളേജിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങി വന്നു. ആര്യൻകുട്ടന് ടാറ്റയും ഉമ്മയൊക്കെ നൽകിയ ശേഷം നന്ദ ഓടിച്ചെന്ന് കാറിൽ കയറി. ഇന്ന് ഡ്രൈവറുടെ കൂടെ അയക്കണമെന്ന് കരുതിയതാ ഞാൻ. പിന്നെ പാവമല്ലേന്ന് ഓർത്തിട്ടാ. വണ്ടി ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും അഥർവ് ശ്രീനന്ദയോടായി പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് തലേ ദിവസത്തെ സംഭവങ്ങൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. തെല്ല് വിഷമത്തോടെ അവൾ മുഖം താഴ്ത്തിയിരുന്നു. അവളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ അഥർവിനും സങ്കടമായി. നന്ദ, അവൻ ആർദ്രമായി അവളെ വിളിച്ചു. ആ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കണ്ണു നിറയ്ക്കും. ഇതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. അഥർവ് ഗൗരവത്തിൽ പറഞ്ഞതും അവൾ പെട്ടെന്ന് വലം കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു. അപ്പോഴേക്കും അഥർവ് തന്റെ കാറ് റോഡരികിലേക്ക് ഒതുക്കി നിർത്തിയിരുന്നു. പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവൻ ശ്രീനന്ദയുടെ അടുത്തേക്ക് ഇത്തിരി നീങ്ങിയിരുന്നു. ശേഷം അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ചാലുകൾ പതിയെ ഒപ്പിയെടുത്തു. ഇടം കൈകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചായിരുന്നു അവൻ കണ്ണുനീർ തുടച്ചത്. അവന്റെ വിരലുകളുടെ നേർത്ത സ്പർശം മുഖത്തു പതിഞ്ഞതും നന്ദയുടെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി. അഥർവിനത് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തു. ഒട്ടും പിന്നോട്ട് മാറാതെ അവൻ അവളുടെ മുഖമൊക്കെ ഒന്നുകൂടി തുടച്ചു കൊടുത്തു. എന്നിട്ട് ആ മിഴികളിലേക്ക് നേരെ നോക്കി. എന്തിനാ നന്ദ താൻ ഇത്രയ്ക്ക് പേടിക്കുന്നത്? എത്ര തവണ ഞാൻ പറഞ്ഞു ഈ പേടിയൊക്കെ മാറ്റണമെന്ന്. അനുസരണ തീരെ ഇല്ല അല്ലേ? കപട ദേഷ്യത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടതും ശ്രീനന്ദ ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു. നമുക്ക് പോകാം ഏട്ടാ, നേരം വൈകി. പെണ്ണ് പതിയെ പിറുപിറുത്തതും അഥർവ് വണ്ടി മുന്നോട്ടെടുത്തു. പിന്നീടുള്ള യാത്രയിലൊന്നും ഇരുവരും പരസ്പരം സംസാരിച്ചതേയില്ല. കോളേജിനു മുന്നിലായി ശ്രീനന്ദയെ ഇറക്കിയ ശേഷം അഥർവ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വൈകുന്നേരം ഏട്ടൻ വരുമോ? അവൾ ചോദിച്ചു. വരണോ? അവൻ തിരിച്ചു ചോദിച്ച ആ ഒറ്റ ചോദ്യത്തിൽ അവൾ കടിവയറ്റിൽ ഒരു തിരവന്ന് ആഞ്ഞടിച്ചു. ഞാൻ വരണോ നന്ദ? ചോദ്യം അവൻ ആവർത്തിച്ചതും അവൾ വേഗത്തിൽ തലകുലുക്കി. ഓക്കെ, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ പല സ്ഥലങ്ങളിലും തനിക്കും വരേണ്ടി വരും. സമ്മതമാണോ? അവൻ ചോദിച്ചതും ശ്രീനന്ദ അതേ എന്ന മട്ടിൽ വീണ്ടും തലയാട്ടി. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തന്റെ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഓക്കെ നന്ദ, ഞാൻ പോവാണ്. കോളേജ് വിടുന്ന സമയത്ത് താൻ ഇവിടെ വന്ന് നിന്നാ മതി. ഞാൻ വരാൻ കേട്ടോ. ശ്രീനന്ദ നിറഞ്ഞ മനസ്സോടെ അവനെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അഥർവിനോട് യാത്ര പറഞ്ഞ് അവൾ കോളേജിനുള്ളിലേക്ക് നടന്നു. ഇത്തിരി നേരം അവൾ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു. വല്ലാത്തൊരു പ്രണയമാണ് ഈ പെണ്ണിനോടിപ്പോ തോന്നുന്നത്. ഓരോ നിമിഷവും ഇവൾ ഒരു ചുഴിയിലേക്ക് എന്നവണ്ണം തന്നെ വലിച്ചിടുകയാണ്. യാതൊരു തരത്തിലും മോചനമില്ലാത്ത വിധം ഇവൾ എന്നെ പ്രണയ ചുഴിയിൽപ്പെട്ട് താൻ കറങ്ങുകയാണല്ലോ എന്ന് അഥർവ് ഓർത്തു. ഓഫീസിലേക്കുള്ള യാത്രയിലുടനീളം അവന്റെ ഉള്ളിൽ ശ്രീനന്ദ മാത്രമായിരുന്നു. അവന്റെ മാത്രം നന്ദ. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.